കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നീ ഒരു ഫോട്ടോഗ്രാഫർ അറേഞ്ച് ചെയ്തിരുന്നില്ലേ? അയാളവിടെ? അയ്യോ, ആളെത്തില്ല. ഞാനെത്തി. സ്മൈൽ പ്ലീസ്. ഈ ക്ലീറ്റസിന്റെ ടൈമിങ് കറക്റ്റാ. ഞാൻ ഇത് എത്ര നാളെ തുടങ്ങിയിട്ട്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ. വിളക്കൊന്ന് മാറ്റി വെച്ച് ഇങ്ങോട്ട് നേരെ നോക്കിയേ. നന്നായിട്ടില്ലേ? ഞാൻ നേരിട്ട് കണ്ടതല്ലേ സാറ് ഈ കൊച്ചിന്റെ ഇളയതിനെ ഒന്ന് മാറ്റി ഇരുത്തിട്ട് സമാധാനമായിട്ടൊന്ന് പ്രേമിക്കാൻ സാർ എന്തുമാത്രം പാടുപെട്ടെന്ന്. ക്ലീറ്റസ് അല്ലേ? ഇയാൾ ശരിയാവില്ല. നമുക്ക് ഫോട്ടോ പോരാ ആശാനം, ഇയാൾക്ക് ഇത് ടൈം പാസ്സാ. ഇവിടെ അതിന് മാത്രം തിരക്കൊന്നുമില്ലല്ലോ. ഇയാൾക്ക് അവിടെ പോയി എടുത്താ പോരെ. ഞങ്ങള് ഫോട്ടോഗ്രാഫർമാരുടെ സ്റ്റൈല് അങ്ങനെയാണ്. തിരക്കില്ലാത്തത് ഞങ്ങൾ തിരക്കുണ്ടാക്കും. എങ്കിലല്ലേ തിരക്കുള്ളൊരു ഫോട്ടോഗ്രാഫർ ആകാൻ പറ്റൂ. അല്ല പിന്നെ ഇങ്ങോട്ടോക്കെ ഇങ്ങോട്ടോക്കെ. ഇനി താലി കെട്ടിക്കോളൂ. ഇനി ഹാരമണിയിച്ചോളൂ. ഇതാ മാല വാങ്ങിക്കോളൂ. ഇതാ വാങ്ങിക്കോളൂ. പരസ്പരം ചാർത്തിക്കോളൂ. രണ്ടുപേരും നന്നായി പ്രാർത്ഥിച്ചോളൂ. ഞാൻ ശാരദാമ്മയുടെ വീട്ടിലോട്ട് ചെല്ലട്ടെ. ഞാനിതിന്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് ആർക്കും ഒരു സംശയം ഉണ്ടാവരുത്. ശാരദാമ്മ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. അവരുടെ കരുണയില ഞങ്ങളുടെ കുടുംബത്തിന്റെ വയറ്റിപ്പിഴപ്പ്. അയ്യോ, ശാന്തേച്ചി ധൈര്യമായിട്ട് പോയിക്കോ. ഇതില് ശാന്തേച്ചിയുടെ റോളിന്റെ കാര്യമൊന്നും ആരും അറിയാൻ പോകുന്നില്ല. നീ വന്നു. എന്താ ശാനെ? പിന്നെ ശാന്തേച്ചി പറഞ്ഞ പോലെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത്? നമ്മൾ ഈ കല്യാണം നടത്തി കൊടുത്തത് അവർക്കത് ഇഷ്ടപ്പെടാതെ വരുമോ? ഏയ്, അവരുടെ സ്വപ്നല്ലേ ആശാൻ നടത്തി കൊടുക്കുന്നത്. ഏട്ടത്തിയമ്മ ആശാനെ കല്യാണം കഴിച്ചു തന്നെ ഇവര് തമ്മിലുള്ള കല്യാണത്തിന് വേണ്ടിയാണെന്നല്ലേ പറയുന്നത്. ഏട്ടത്തിയമ്മ സന്തോഷം കൊണ്ട് മതിമറക്കും. ഓടി വന്ന് കെട്ടിപ്പിടിച്ചൊരു എന്റെ ഭാര്യ എന്നെ ചുംബിക്കുമ്പോ എന്ത് റിയാക്ഷൻ ഇങ്ങനെ പഠിപ്പിക്കണ്ട കേട്ടോ. ആ, നിങ്ങളായി നിങ്ങളുടെ പാടായി. നമ്മൾ അന്യനാണേ. ഞാൻ ഉമ്മയുടെ കാര്യം വാ.
ഇനി രണ്ടാള് എഴുന്നേറ്റോളൂ. ആ കമല, ഇനി എന്താ? അല്ല ഇനിയിപ്പോ എന്താ, നേരെ ശാരദാമ്മയുടെ വീട്ടിലേക്ക് പോ. കല്യാണം കഴിഞ്ഞ് വരന്റെ വീട്ടിലേക്കല്ലേ പോകേണ്ടത് ആശാനെ? എടാ, അവിടെ രാജീവ് സാറിന്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. ഓ, അമ്മയും അമ്മാവനൊക്കെ എന്തോ തക്കലേക്ക് പോകുന്നെന്ന് എന്നോട് പറഞ്ഞത്. ശാരദാമ്മയുടെ വീട്ടിൽ വിവരം അറിയിച്ചിട്ടേ അവരെവിടെയാണോ അങ്ങോട്ട് പോവാം. പിന്നെ അവിടെ നിന്ന് കിട്ടാനുള്ളത് വാങ്ങുകയും ചെയ്യാലോ. മനസ്സിലായി. എന്നാ ആശാൻ വിട്ടോ? അല്ലടാ, അപ്പൊ നിങ്ങൾ വരുന്നില്ലേ? ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് വരാം ആശാനെ. ആ അതെ, ശരി. അപ്പോ നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്ക്. നമുക്ക് നീങ്ങാം. വാ. ഓടരെ. അയ്യോ പൊക്കളഞ്ഞ ഒന്ന് ഇങ്ങോട്ട് പാലിന് താലിയിട്ട് കിട്ടി. അപ്പൊ എങ്ങനെ റേറ്റ്? ഇത്തിരി കനപ്പെട്ടത് വേണോ അതോ? ഇതാ ഫോട്ടോ പിടിച്ചാട്ടെ. കനപ്പെട്ടത് തന്നെ വേണം ഇയാൾക്ക് അല്ലേ? അങ്ങനെ കിട്ടിയ സന്തോഷമായിരുന്നു. അത്രയും കനത്തത് വേണ്ട, നൈസായിട്ട് മതി. എല്ലാ ഫോട്ടോയും കിട്ടി. ഫോട്ടോ എവിടെ? കണ്ടോ? അമ്മേ, ദേ ശാന്തേച്ചി വന്നു. ശാന്തേച്ചി എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? അകത്തേക്ക് കയറി വാ. ശാന്തേച്ചി എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? അകത്തേക്ക് കയറുക. മോളെപ്പോഴാ വന്നത്? കുറച്ചു നേരമായി ശാന്തേച്ചി. നീ ശാരിയെ കണ്ടോ? ഞാനെങ്ങനെ കാണാനാ? ശാരിക മോൾ ഇവിടെ ഇല്ലേ? ഞാൻ വന്നപ്പോ മുതല് ആളെ കാണാനില്ല. അതിന് തൊട്ടു മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാ അമ്മ പറഞ്ഞേ. ഫോണിലൊന്ന് വിളിച്ചു നോക്കാൻ പാടില്ലായിരുന്നോ? അവള് ഫോൺ എടുക്കാതെയാ പോയിരിക്കുന്നത്. എങ്കിൽ അടുത്ത് എവിടെയെങ്കിലും ആയിരിക്കും. അല്ല ശാന്തേ, ശാലിനി ഇങ്ങോട്ട് വരുന്ന വഴി ശാരിയെ പോലെ ഒരു പെൺകുട്ടി ഓട്ടോയിൽ ഇരിക്കുന്നത് കണ്ടെന്ന് പറഞ്ഞു. ഒറ്റയ്ക്കായിരുന്നോ? ഞാൻ ഒരു വശത്തിരുന്ന ആളെ മാത്രമേ കണ്ടുള്ളൂ. മറുവശത്ത് ആളുണ്ടായിരുന്നോന്ന് അറിയില്ല. ഇട്ടിരിക്കുന്ന വേഷവും നിറവൊക്കെ വെച്ച് നോക്കുമ്പോഴേ അത് ശാരികയാണോ എന്നൊരു സംശയം. എന്നാലും ഞങ്ങളോട് പറയാതെ അവൾ ഓട്ടോയിൽ കയറി എങ്ങോട്ട് പോവാനാ? അതും ഫോൺ പോലും എടുക്കാതെ. തയ്ക്കാൻ ബ്ലൗസ് എന്തെങ്കിലും കൊടുക്കാൻ പോയതായിരിക്കും ശാരദാമ്മേ. അത് അവരെയൊക്കെ വിളിച്ചു നോക്കി, അവിടെ അങ്ങും ചെന്നിട്ടില്ല. നമുക്കൊന്ന് അന്വേഷിച്ചു പോയാലോ കുഞ്ഞേച്ചി? എന്തിന്? ശാരിക മോളിങ് വരും.
വിജയലക്ഷ്മി അറിഞ്ഞോണ്ടാണോ ഇത്? അല്ല, അയ്യോ, എങ്ങനെ, എവിടെ വെച്ചായിരുന്നു വിവാഹം? അമ്പലത്തിൽ വെച്ച് താലി കെട്ടി. മുഹൂർത്തവും സമയമൊക്കെ നോക്കി തന്നെ ചെയ്തത്. കല്യാണം നടത്തി തരാൻ കർമ്മി ഉണ്ടായിരുന്നു. ഓഹോ, ഇത്രയും കുബുദ്ധി സാറിന്റെ തലയിൽ ഉദിച്ചതാകാൻ വഴിയില്ലല്ലോ. വേറെ ആരും ഉണ്ടല്ലോ ഇതിന് പിന്നിൽ. ആരാ അത്? അതെ, അവരെ ഒന്നും പറയണ്ട, ഞാനാ രണ്ടുപേരും ഒന്നിപ്പിച്ചേ. അല്ല, എല്ലാ ആചാരവിധി പ്രകാരം തന്നെയാ. ഇയാളുടെ ഒരു ആചാരവിധി. ഇയാളോട് ആരാ പറഞ്ഞു ഇതൊക്കെ ചെയ്യാൻ? അല്ല ശാലിനി, ഞാൻ കാരണല്ലേ ശാരിയുടെ കല്യാണ നിശ്ചയം മുടങ്ങിയത്. അവിടെ മുതലല്ലേ എല്ലാ പ്രശ്നങ്ങളും തുടക്കം. അപ്പോ കല്യാണത്തോടെ എല്ലാ പ്രശ്നങ്ങളും കൂടി തീരുമെന്ന് കരുതി. പ്രശ്നങ്ങൾ തീരാനോ? ഇനിയാ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകുന്നത്. താൻ അറിയാതെ കല്യാണം നടത്തിയെന്ന് വിജയലക്ഷ്മി അറിയുമ്പോ ഉണ്ടാവുന്ന അവസ്ഥ എന്താണെന്ന് അറിയോ? മോനെങ്കിലും അത് ആലോചിക്കായിരുന്നില്ലേ? അല്ല ശാരദ മാം, ഇങ്ങനെയെങ്കിലും കല്യാണം നടക്കുമെന്ന് കരുതിയിട്ടാ ഞാൻ. ഇയാളെ ഇന്ന് ഞാൻ ശാലിനി, എടോ, ഇങ്ങനെ കല്യാണം നടത്താനായിരുന്നെങ്കിൽ ഞങ്ങൾക്കത് എന്നേ ആകാമായിരുന്നു. ഇയാളുടെ ഒരു പുതിയ ഐഡിയ. അതെ മോനെ, സ്ത്രീധനം കൊടുക്കാതെ കല്യാണം നടത്താൻ കുബുദ്ധി കാട്ടിയെന്നല്ലേ കരുതൂ. അതും എന്റെ തലയിൽ തന്നെ വരുമല്ലോ. 30 പവനല്ല 3 പവൻ പോലും കൊടുക്കാതെ ശാരദാമ്മ കല്യാണം നടത്തിയെന്ന് വിജയലക്ഷ്മി പറയും. അയ്യോ ശാരദാമ്മ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. ഇയാള് പിന്നെ എന്താ ഉദ്ദേശിച്ച? എന്റെ ശാലിനി, ഞാൻ ഇയാളിങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടും. അതിന്റെ ഫലം അനുഭവിക്കാൻ ഞങ്ങളും. മോളെ, നടക്കാനുള്ളത് നടന്നു. ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്തിനാ? പറയാതിരുന്നിട്ടോ. ഇയാളിങ്ങനെ ഓരോന്ന് ആവർത്തിച്ചോണ്ടിരിക്കും. മതി, നിർത്ത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞെന്നേ ഉള്ളൂ. എന്തായാലും ഇവരെങ്ങനെ മുറ്റത്ത് നിർത്താതെ അകത്തേക്ക് കയറ്റാലോ അല്ലേ? ശാന്തേ, ആ ദേ, കേറി വാ. വാ. വേഗം നടന്നോ. അയ്യോ, അതെ അതെ, ഒരു മിനിറ്റ്. വലതുകാല് വെച്ചിട്ട്. അല്ല, ഈ ഇടതുകാല് വെക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ ഈ വലതുകാല് വെക്കുന്നത്. വലതുകാല് വെച്ച് കയറിക്കോ. കയറിക്കോ. കേറി വാ മക്കളെ.
എന്റെ ദൈവമേ, ശാലിനിക്ക് സന്തോഷമാവെന്ന് വെച്ച് ചെയ്തതാ. ഇതിപ്പോ പുലിവാലി പിടിച്ചല്ലോ ഭഗവാനെ. എല്ലാം ശരിയാവും. വാ മക്കളെ. ഇരിക്കെ. അമ്മ മാപ്പാക്കണം അമ്മേ. ശാരദാമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അമ്മയോട് സംസാരിച്ച് ഞാനെല്ലാം ശരിയായിക്കോളാം. അമ്മാവനാണല്ലോ. അമ്മാവാ. മോനെ രാജീവേ. എന്താ അമ്മാവാ? എടാ മോനെ, നിന്റെ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്കാ. ഹാർട്ട് അറ്റാക്കോ? അതെ അതെ മോനെ, അവളിപ്പോ ICUല. ICUലോ? ആ അതെ. ഇവിടിപ്പോ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരെത്തും പിടിയൂല. എന്റെ കൈയും കാലും ഓടുന്നില്ലടാ. അമ്മാവ ഏത് ഹോസ്പിറ്റലാ? ഞാൻ വേഗം വരാം. എന്താ മോനെ? അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ഉടനെ പോയേ പറ്റൂ. സർ, ഞാനും കൂടി വരാം. വേണ്ട ശാരികേ, അവിടെ ചെന്ന് സാഹചര്യങ്ങൾ എന്താണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അത് ഞാൻ അയാളെ വിളിക്കാം. അല്ല മോനെ, ഇങ്ങനെ അങ്ങ് പോവാന്ന് പറഞ്ഞ? അമ്മേ, സാഹചര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എനിക്ക് പോയേ പറ്റൂ. അവിടെ വേറെ ആരുമില്ല. അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ ശാരികയെ കൂട്ടിക്കൊണ്ട് പൊക്കോളാം. ശരി മോനെ, പോയിട്ട് വാ. വിഷ്ണു. സാർ പോയിട്ടോ.